നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. PSG-യിൽ നിന്ന് കിരീടങ്ങൾ നേടി മടുത്ത് കിലിൻ എംബാപ്പെ അവിടെ കിട്ടാത്തൊരു കിരീടം, ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാൻ വേണ്ടിയിട്ടാണ് റയലിലേക്ക് ചേക്കേറിയത്. എംബാപ്പെ പോയ പാടെ PSG ഏതായാലും UCL നേടി. ഈ സീസണിൽ അവർ UCLൻ്റെ സെമിയിലേക്ക് കടന്നു. എംബാപ്പെ വന്ന പാടെ റയലിന് എന്താ പറ്റിയത്? കഴിഞ്ഞ സീസണിൽ ട്രോഫിലെസ്, ഈ സീസണിലും ഏതാണ്ട് അതാണ് അവസ്ഥ. അനദർ ട്രോഫിലെസ് സീസൺ ലോഡിങ് ഫോർ റയൽ മാഡ്രിഡ്. നിങ്ങൾക്കറിയാലോ, സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ ബാഴ്സലോണയോട് തോറ്റ് കപ്പ് പോയി. കോപ്പ ഡെൽ റേയുടെ റൗണ്ട് ഓഫ് 16 തോറ്റ് പുറത്തായി. അതും രണ്ടാം ഡിവിഷൻ, ലോവർ ഡിവിഷൻ ടീമിനോട് തോറ്റിട്ടാണ് പുറത്താവുന്നത്. ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ തോറ്റ് പുറത്തായി. ഇനിയുള്ളത് ഏതാ? ഒരേ ഒരു കിരീട സാധ്യതയാണ്, അത് ലാലീഗയാണ്. ലാലീഗയിൽ ഇപ്പോൾ ബാഴ്സലോണയേക്കാൾ 9 പോയിന്റ് പുറകിലുമാണ്. ദാറ്റ് മീൻസ് ദേ ആർ ഇൻ സീരിയസ് ഡേഞ്ചർ ഓഫ് ഗോയിങ് ട്രോഫിലെസ് ഫോർ എ സെക്കൻഡ് ഇയർ ഇൻ എ റോ. ഇത് റയലിന് താങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. വലിയ അഴിച്ചുപണികൾ അടുത്ത സീസണിൽ ഉണ്ടാകും എന്ന സൂചനകൾ ഇപ്പോൾ തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് വേണ്ട, കിരീടം അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ 4 കളികളിൽ എല്ലാ കോമ്പറ്റീഷനുകളുമായിട്ട് റയൽ മാഡ്രിഡ് എത്ര കളി ജയിച്ചു? 0. ഒറ്റ കളിയും ജയിച്ചിട്ടില്ല. നേരത്തെ ഇതുപോലെ 4 കളികൾ തുടർച്ചയായി പരാജയപ്പെടുന്ന 2018-ലാണ്. അന്ന് ഹുലൻ ലോപ്പത്തേഗിയുടെ കീഴിൽ 5 മത്സരങ്ങളിൽ റയൽ മാഡ്രിഡ് വിൻലെസ് ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ലോങ്ങസ്റ്റ് വിൻലെസ് സ്ട്രീക്കാണ്. നോക്കുക, ഇപ്പോൾ ഇതിനു മുമ്പ് ആദ്യ പാദം ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ബയൺ 2-1 തോൽപ്പിച്ചിരുന്നല്ലോ. അതിനും മുമ്പ് മയോർക്ക റയൽ മാഡ്രിഡിനെ 2-1 തോൽപ്പിച്ചിരുന്നു. പിന്നാലെ ഏപ്രിൽ 7 നടന്ന കളിയിൽ അടുത്ത തോൽവി ബയൺ മ്യൂണിക്കിനോട് റയൽ വാങ്ങുന്നു, 2-1. ദെൻ ജിറോണയോട് ഏപ്രിൽ 10 1-1 സമനില. ഇന്നലെ റയൽ മാഡ്രിഡും ബയണും 4-3 ബയൺ ജയിച്ചു. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ 4 കളികളായിട്ട് വിജയമില്ല. സോ ട്രോഫിലെസ് ആയിട്ട്, വിൻലെസ് ആയിട്ട് മുന്നോട്ട് പോകാൻ റയൽ മാഡ്രിഡിനെ കൊണ്ട് കഴിയില്ല. മാറ്റങ്ങൾ ഉറപ്പാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.